സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജനതയുടെയും അവകാശമാണ്. പോരാട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രം വായിക്കാനല്ല, അവരുടെ പോരാട്ട ചരിത്രത്തിനൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. മാത്യു വാൻഡേക്ക്. അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ ക്ലാസ് മുറിയിലെ ബോറടികളിൽ നിന്ന് രക്ഷ നേടാൻ 2007 തൻ്റെ KLR 650 നമ്പർ കാവാസാക്കി ബൈക്ക് എടുത്ത് സാഹസികത തേടിയിറങ്ങിയ 26-കാരൻ. 56,000 കിലോമീറ്റർ താണ്ടി അയാൾ എത്തിച്ചേർന്നത് ലോകത്തെ എരിയിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും അപകടകരമായ യുദ്ധമുനമ്പുകളിലേക്കായിരുന്നു. യുദ്ധത്തിൻ്റെ മതഗന്ധത്തിൽ അലിഞ്ഞ് ആളൊഴിഞ്ഞ വീടുകളിലും കാടുകളിലും അലഞ്ഞ് സൈനിക പോരാട്ടങ്ങളിൽ പങ്കാളിയായി. പല ദേശങ്ങളിലെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രാദേശിക ജനതകളുടെ പോരാട്ടം ആ യുവാവിൻ്റെ കൂടിയായി. ആഭ്യന്തര പോരാട്ട ഭൂമികളിലേക്കുള്ള അയാളുടെ ദുരൂഹ യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ത്യയിലെത്തും വരെ. ഇത് മാത്യു ആറോൺ വാൻഡേക്ക്, ദുരൂഹ യുദ്ധസഞ്ചാരി. മാർച്ച് 13 അമേരിക്കൻ പൗരൻ മാത്യു വാൻഡേക്ക് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ്. കുറ്റം: ഇന്ത്യൻ അതിർത്തി കടന്ന് മ്യാൻമാറിലെ വിമതർക്ക് സൈനിക പരിശീലനം നൽകാൻ ശ്രമിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് കാണിച്ച് UAPA ഫോറിനേഴ്സ് ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. മാത്യു വാൻഡേക്കിനൊപ്പമുള്ള 6 യുക്രൈൻ പൗരന്മാരാണ് അന്ന് വിവിധ വിമാനത്താവളങ്ങളിൽ പിടിയിലായത്. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഇന്ത്യക്ക് കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിടികൂടൽ. ആരാണിയാൾ? അമേരിക്കൻ പൗരന് ഇന്ത്യയിൽ എന്താണ് കാര്യം? CIA ചാരനാണ്. എന്തിന് ഇന്ത്യയിലെ മിസോറാം അതിർത്തി തെരഞ്ഞെടുത്തു? ഈ ചോദ്യങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയായ NIA സഞ്ചരിച്ചത്. പക്ഷേ അന്വേഷണ വഴികളെത്തിയത് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ യുദ്ധസഞ്ചാരിയുടെ ജീവിതത്തിലേക്കാണ്. ലോകനീതിക്ക് വേണ്ടിയുള്ള പോരാളിയോ അതോ അദൃശ്യ ശക്തികൾ നിയന്ത്രിക്കുന്ന കളിയിലെ ഒരു കരുവോ ഇയാൾ? അന്വേഷണം പുരോഗമിക്കുകയാണ്. 2007 56,000 കിലോമീറ്റർ എന്ന് ബൈക്കിന്റെ ദൂരമാപിനിയിൽ തെളിഞ്ഞപ്പോൾ വാൻഡേക്ക് മൊറോക്കോ, ഈജിപ്റ്റ്, ലിബിയ, ജോർദാൻ, സിറിയ തുടങ്ങി 11 രാജ്യങ്ങൾ പിന്നിട്ടിരുന്നു. യുദ്ധമുഖങ്ങളിലൂടെയായിരുന്നു ആ ഏകാന്ത സഞ്ചാരിയുടെ യാത്ര. 2008 ഇറാഖിൽ ഐസിസിനെതിരെ പോരാടുന്ന നിനേവ സമതല മേഖലയിൽ അസീറിയൻ ക്രിസ്ത്യൻ സായുധ സേനയുടെ സൈനിക പരിശീലകനായാണ് അയാളെ കണ്ടത്. ചാരവൃത്തി ആരോപിച്ച് ഇറാഖി സേന വാൻഡേക്കിനെ കസ്റ്റഡിയിലെടുത്തത് 20 തവണ. ഇറാൻ അതിർത്തിയിൽ സംശയാസ്പദമായി കണ്ടെത്തിയതിനെ തുടർന്ന് ജൂതചാരൻ എന്ന മുദ്രകുത്തൽ. മുഅമ്മർ ഗദ്ദാഫി ഭരണത്തിനെതിരെയുള്ള വിമത പോരാളികളിൽ ഒരാളായി ലിബിയയിൽ ബ്രെഗ എന്ന സ്ഥലത്ത് വെച്ച് ഗദ്ദാഫി സൈന്യം പതിയിരുന്ന് ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ഭീകരൻ. അവിടെ 165 ദിവസത്തെ ഏകാന്ത തടവ്. 2011 ഓഗസ്റ്റ് 24 ലിബിയൻ വിമതർ തകർത്ത ട്രിപ്പോളിയിലെ അബു സലേം ജയിൽ കെട്ടിട മതിൽ കടന്ന് വാൻഡേക്ക് പുറത്തേക്ക്. ഒരു യഥാർത്ഥ ജയിൽ ബ്രേക്ക്. 2012 തോക്കു മാറ്റിവെച്ച് വീഡിയോ ക്യാമറയുമായി മാധ്യമപ്രവർത്തകനായി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ വാൻഡേക്ക് ഇടം പിടിച്ചു. ബഷർ അൽ അസദ് ഭരണകൂടം ഭീകരവാദി എന്ന് മുദ്രകുത്തിയ ഘട്ടത്തിൽ വാൻഡേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതേ വർഷം തന്നെ സ്വാതന്ത്ര്യത്തിനായി സായുധ പോരാട്ടം നടത്തുന്ന പ്രാദേശിക കൂട്ടായ്മകളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് യുദ്ധതന്ത്രം പരിശീലിപ്പിക്കുന്ന സ്വകാര്യ സൈനിക കമ്പനി സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണലിന്റെ സ്ഥാപകനായി രംഗപ്രവേശം. 2023 ഇറാനിലെ ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങളിൽ വാൻഡേക്കിന്റെ സേനയ്ക്ക് പങ്കെന്ന് ഇറാന്റെ കണ്ടെത്തൽ. 2022 മുതൽ 2025 വരെ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ യുക്രൈൻ സായുധ സേനയിൽ ആധുനിക യുദ്ധമുറകളിൽ പരിശീലകനായിരുന്നു. വെനിസ്വേലയിൽ നിക്കോളാസ് മഡൂറോയുടെ ഭരണകൂടത്തിനെതിരായ ദൗത്യങ്ങളിൽ സജീവമായ പങ്കാളിത്തം. 2026 ഇന്ത്യയിൽ പിടിയിലായതോടെ പട്യാല NIA കോടതിയിൽ വിചാരണ നേരിടുകയാണ്. ഇപ്പോഴും NIA കസ്റ്റഡിയിൽ.
1979 അമേരിക്കയിലെ മെറിലാൻഡിലുള്ള ബാൾട്ടിമോറിലാണ് ജനനം. ജോർജ് ടൗൺ സർവകലാശാലയിൽ നിന്ന് സെക്യൂരിറ്റി സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം. മുടി നീട്ടി വളർത്തിയ പച്ചക്കണ്ണുള്ള വാൻഡേക്കിന് പല മേൽവിലാസമായിരുന്നു. യുദ്ധമുഖങ്ങളിലെ വാർസോൺ ജേർണലിസ്റ്റ്, ചിലയിടങ്ങളിൽ ബൈക്ക് റൈഡർ, ഡോക്യുമെന്ററി ഫിലിം മേക്കർ, മറ്റിടങ്ങളിൽ യുദ്ധ പോരാളി. പക്ഷേ ലോകത്ത് കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി നാം അറിയുന്ന മിക്ക ആഭ്യന്തര യുദ്ധങ്ങളിലും വാൻഡേക്കിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. CIA-യുടെയും അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെയും ഭാഗമാണ് വാൻഡേക്ക് എന്ന അഭ്യൂഹങ്ങൾ ഉയരാൻ കാരണങ്ങളേറെയുണ്ട്. വാൻഡേക്ക് യുദ്ധമേഖലയിൽ പിടിക്കപ്പെടുമ്പോഴൊക്കെ അമേരിക്കൻ ഇന്റലിജൻസ് ഇടപെടൽ ഉണ്ടായിരുന്നത്രേ. പലപ്പോഴും തടവറകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വെളിച്ചം തുറന്നുവച്ചത് ഈ അമേരിക്കൻ ബന്ധം കൂടിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിനേക്കാൾ ഉപരി മാത്യു ആരോൺ വാൻഡേക്ക് ഇടപെട്ട യുദ്ധമേഖലകളെല്ലാം അമേരിക്കൻ താൽപ്പര്യമോ ഇടപെടലോ ഉണ്ടായവയാണ് എന്നത് വസ്തുതയാണ്. ആധുനിക സൈനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിക്കാൻ വാൻഡേക്കിന്റെ സംഘടനയ്ക്ക് പണം എവിടെ നിന്നാണ് എന്ന അന്വേഷണം ചെന്നെത്തുന്നതും ഈ ബന്ധങ്ങളിലേക്ക് തന്നെ. മ്യാൻമാറിലെ വാൻഡേക്കിന്റെ ഇടപെടൽ ഉയർത്തുന്ന സംശയങ്ങളേറെയാണ്. പ്രകൃതിവാതക എണ്ണ നിക്ഷേപവും മരതക സ്വർണ്ണ ഖനികളെയും ലക്ഷ്യമിട്ടുള്ള ചൈനയുടെയും അമേരിക്കയുടെയും മ്യാൻമാറിലെ ഇടപെടലുകളുടെ ഭാഗമായാണ് അവിടെ കാലങ്ങളായി തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ. ഇന്ത്യൻ അതിർത്തിയും ചിൻ പ്രവിശ്യയും ഉൾപ്പെടുന്ന മേഖലകളിലെ പ്രാദേശിക സൈനിക ഗ്രൂപ്പിനെ പരിശീലിപ്പിക്കാൻ മുമ്പും വാൻഡേക്ക് എത്തിയിരുന്നു എന്നാണ് വിവരം. ഇത്തരം പ്രാദേശിക സൈനിക ഗ്രൂപ്പുകൾക്കുള്ള സഹായത്തിൽ അമേരിക്കയുടെ പങ്ക് വെളിവാക്കുന്നതാണ് ഇയാളുടെ ഇടപെടൽ. മാത്രമല്ല, ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ പുകയുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ വാൻഡേക്കിന് എന്തു പങ്കാണുള്ളത് എന്ന അന്വേഷണത്തിലാവും NIA. ആ ചോദ്യം ഇപ്പോഴും പലയിടങ്ങളിലും മുഴങ്ങുന്നുണ്ട്. ആരാണ് മാത്യു ആരോൺ വാൻഡേക്ക്? ദുരൂഹ യുദ്ധസഞ്ചാരിയോ അതോ അമേരിക്കയുടെ കൂലിപ്പട്ടാളക്കാരനോ?